നാളെ ഒക്ടോബർ 7 ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ ഒരു പുണ്യദിനമായ യോം കിപ്പൂർ ദിനമായിട്ടാണ് ഈ ദിനം അവർ എല്ലാ കാലവും ആചരിച്ചു വരുന്നത്. 1973 ഒക്ടോബർ രാത്രിയോടുകൂടി സിറിയയും ഈജിപ്തും ഇസ്രയേലിലേക്ക് അതിക്രമിച്ച് കടന്ന് നടത്തിയ ഒരു വലിയ യുദ്ധത്തിൻ്റെ വാർഷികമാണ്. 50-ാം വാർഷികമായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ 7. അന്ന് ഇസ്രയേൽ ജനത ആ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ആ യുദ്ധത്തിൽ ഇസ്രയേലിൻ്റെ വിജയത്തിൽ ആ ആഘോഷങ്ങൾ പങ്കെടുത്ത് തിരികെ വരുമ്പോഴായിരുന്നു ഹമാസിൻ്റെ തീവ്രവാദികൾ തുരുതുരാ വെടിവെച്ച് 1000-ന് മുകളിൽ ആളുകളെ കൊന്നൊടുക്കിയത്. അതായത് ഇസ്രയേലിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിനമായി വീണ്ടും ഒക്ടോബർ 7 എത്തുന്നു. 1973 ഒക്ടോബർ 6 വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് സിറിയയും ഈജിപ്തുമാണ് ഇസ്രയേലിലേക്ക് കടന്നു കയറി ആക്രമണം ആരംഭിച്ചത്. അതും ആ ദിനത്തിനും പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം ആ ദിനം അവസാനിക്കുമ്പോഴേക്കും ഒക്ടോബർ 7 ഒക്ടോബർ 7 യോം കിപ്പൂർ എന്ന് പറയുന്ന യഹൂദരുടെ വിശുദ്ധ പുണ്യ ദിനമാണ്. ആ പുണ്യദിനം ലാക്കാക്കിക്കൊണ്ടായിരുന്നു ആക്രമണം ആരംഭിച്ചു. മിന്നൽ ആക്രമണം എന്ന് തന്നെയാണ് ലോകചരിത്രം അതിനെ വിശേഷിപ്പിക്കുന്നത്. അതിനെ ചെറുത്തു നിന്ന് ഇസ്രയേലിന് പിടിച്ചു നിൽക്കാനായില്ല. ഒടുവിൽ അമേരിക്ക എത്തി ഇസ്രയേലിൻ്റെ സഹായത്തിന്. മറുചേരിയിൽ അറബ് രാജ്യങ്ങൾ ഏതാണ്ടെല്ലാം തന്നെ ഇസ്രയേലിന് എതിരായി ആ യുദ്ധത്തിൽ അണിനിരന്നു. സോവിയറ്റ് യൂണിയൻ, അതായത് നമ്മളുടെ പഴയ റഷ്യ എന്ന് പറയാം, അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് റഷ്യ. അന്ന് USSR ആയിരുന്നു, സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. ആ സോവിയറ്റ് യൂണിയൻ അന്ന് ഈ അറബ് രാജ്യങ്ങൾക്കൊപ്പം നിന്നു. അങ്ങനെ ലോകം രണ്ടു ചേരിയായി. ഒരു ഭാഗത്ത് ഇസ്രയേലും അമേരിക്കയും നയിക്കുന്ന ഒരു ചെറുമുന്നണിയും മറുഭാഗത്ത് അറബ് രാജ്യങ്ങളും അതിനെ നയിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റുമായിരുന്നു. അങ്ങനെ ആണവ യുദ്ധത്തിൻ്റെ വക്കോളമെത്തിയ വലിയ ഒരു യുദ്ധം, കേവലം 20 ദിവസം മാത്രം നീണ്ടുനിന്ന യുദ്ധം, അത് അവസാനിക്കുന്നത് ഇസ്രയേലിൻ്റെ വിജയത്തോടു കൂടി തന്നെയാണ്. ആ യുദ്ധം അവരെ ജയിപ്പിച്ചത് അവരുടെ ദൈവമാണ് എന്ന് ഇസ്രയേലികൾ ഇന്നും വിശ്വസിക്കുന്നു. കാരണം ഈ കരുത്തരായ ഈ രാജ്യങ്ങളോട് കേവലം ചെറിയൊരു രാജ്യമായ ഇസ്രയേലിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതും ഈജിപ്തും സിറിയയും അടക്കമുള്ള രാജ്യങ്ങളുടെ വാർത്താവിനിമയ സംവിധാനങ്ങളും വ്യോമ താവളങ്ങളടക്കം തരിപ്പണമാക്കാനും അന്ന് ആ ചെറിയ സേനയ്ക്ക്, കരുത്തുറ്റ സേനയ്ക്ക് കഴിഞ്ഞിരുന്നത്. ആ യുദ്ധം ജയിപ്പിച്ചത് ദൈവമാണെന്ന് ഇസ്രായേലികൾ വിശ്വസിക്കുന്നു. കാരണം അവരുടെ ആ പുണ്യദിനത്തിലാണ് ആ യുദ്ധം ആരംഭിച്ചത് തന്നെ, യോം കിപ്പൂർ എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം, അതായത് 2023 ഒക്ടോബർ 7 ആ ആഘോഷരാവിൽ ആണ് ഹമാസിൻ്റെ തീവ്രവാദികളെത്തി തുരുതരാ വെടിവെച്ച് കുട്ടികളടക്കമുള്ളവരെ കൊന്നൊടുക്കിയത്. അതിനുശേഷം ആരംഭിച്ച വലിയ തിരിച്ചടി ഇപ്പോഴും തുടരുകയാണ്. ഒരു വർഷം പിന്നിടുമ്പോൾ അതിൻ്റെ ചിത്രം എന്തെന്ന് നോക്കിയാൽ ഹമാസ് ഏറെക്കുറെ ഒതുങ്ങിയ മട്ടാണ്. പക്ഷേ ഇപ്പോഴും ഹമാസിൻ്റെ പോരാളികൾ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് ഇസ്രായേൽ കരുതുന്നു. കാരണം ഇപ്പോഴും ഗസയിൽ 10,000-കണക്കിന് പലസ്തീനുകളുണ്ട്. ഈ പലസ്തീനുകളുടെ ഇടയിൽ 1000-കണക്കിന് ഹമാസുകാരുമുണ്ടെന്ന് ഇസ്രായേൽ ഇപ്പോഴും കരുതുന്നു. അതുകൊണ്ട് തന്നെ അനുസ്യൂതം ബോംബിംഗ് തുടരുകയാണ്. മറ്റൊരു പോർമുഖം തുറന്ന് ലെബനനിൽ ഹിസ്ബുള്ളയെ ഒന്നൊന്നായി തീർത്തു വരുമ്പോൾ തെക്കൻ ലെബനനിലെ ഏതാണ്ട് 20ഓളം ഗ്രാമങ്ങൾ ഇസ്രായേൽ സേന പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഒരു മരുഭൂമി പോലെ ആയിരിക്കുന്നു അതിർത്തി പ്രദേശങ്ങളെന്ന് പറയേണ്ടി വരും. ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അങ്ങനെയാണ്. അതായത് എന്താണ് ലെബനനിൽ നടക്കുന്നതെന്ന് പോലും ലോകത്തിന് അറിയാൻ പാടില്ലാത്ത വിധം ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട് നടക്കുന്ന വലിയ ആക്രമണം. അതിനിടയിലാണ് ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേലിൻ്റെ മണ്ണിൽ പതിച്ചത്. ഇതിന് തിരിച്ചടി നൽകും എന്ന് പറയുമ്പോൾ അതിനായി തിരഞ്ഞെടുക്കുന്ന ദിവസവും നാളെ ഒക്ടോബർ 7 തന്നെയാണോ എന്നാണ് ലോകം നോക്കുന്നത്. കാരണം നാളെ അങ്ങനെ ഒരു നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വന്നാൽ ഇപ്പോൾ തന്നെ തിരിഞ്ഞു നിൽക്കുന്ന ലോകം ഒരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നൊരു വലിയ ആശങ്കയുണ്ട്. കാരണം 1973 ഒക്ടോബർ 6 ആരംഭിച്ച ആ യുദ്ധം ആണവ യുദ്ധത്തിൻ്റെ വക്കോളം എത്തിയായിരുന്നു. കാരണം സോവിയറ്റ് യൂണിയനും അമേരിക്കയുമാണ് രണ്ട് ഭാഗത്തു നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അത് അവസാന നിമിഷത്തിൽ ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നൊരാശങ്ക ഉടലെടുത്ത സമയത്താണ് ആ യുദ്ധം ഏതായാലും അവസാനിക്കുന്നത്. ഒക്ടോബർ 26 ആ യുദ്ധം അവസാനിക്കുകയായിരുന്നു. അത് ഇസ്രായേലിൻ്റെ വിജയത്തോടു കൂടിയാണ് അവസാനിച്ചത്. ഇനിയൊരു യുദ്ധം ആരംഭിക്കുകയാണ്. ഇസ്രായേൽ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഇറാൻ്റെ ആണവ നിലയങ്ങൾ തന്നെ തകർക്കുകയായിരിക്കുമെന്ന്. അങ്ങനെ ഒരു ശ്രമം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ സ്വാഭാവികമായി ഇറാൻ്റെ മുമ്പിൽ തിരിച്ചടിയല്ലാതെ മറ്റ് പോംവഴികളില്ല. അങ്ങനെ ഉണ്ടായാൽ ഒരുപക്ഷെ അത് ഒരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് വഴി തുറന്നേക്കാം. അതുതന്നെയാണ് ലോകം ഭയക്കുന്നത്. 50 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ഒക്ടോബർ 7, ഇസ്രായേലികൾ മാത്രം ആഘോഷിച്ചിരുന്ന ഒരു ഒക്ടോബർ 7, ലോകമെമ്പാടുമുള്ള ജനം അറിഞ്ഞ ഒക്ടോബർ 7 മാറിയത് ഇസ്രായേൽ ഹമാസ് നടത്തിയ ആ ഒരു ഭീകരാക്രമണത്തോടു കൂടിയാണ്. വീണ്ടും ഒരു ഒക്ടോബർ 7 എത്തുമ്പോൾ കാര്യങ്ങൾ പശ്ചിമേഷ്യയിൽ മാറി മറിയുകയാണ്. ഒരു ഭാഗത്ത് ഇറാനും മറുഭാഗത്ത് ഇസ്രയേലുമായി നിൽക്കുമ്പോൾ പഴയകാല ഓർമ്മകളിലേക്ക് പോവുകയാണ് ചിലരെങ്കിലും. കാരണം അന്ന് ഈ വെടിനിർത്തൽ കരാറുകളെല്ലാം ലംഘിച്ചുകൊണ്ട് സിറിയയും ഈജിപ്തും നടത്തിയ ഒരു മിന്നലാക്രമണം, അതിന് സമാനമായൊരു മിന്നലാക്രമണം ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ലോകം ഭയക്കുന്നത്. കാരണം ഇസ്രയേൽ ഇപ്പോൾ തന്നെ അവരുടെ ടാർഗറ്റുകൾ
പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇറാൻ്റെ എണ്ണപ്പാടങ്ങളും അതുപോലെ തന്നെ ആണവ നിലയങ്ങളുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന്, അങ്ങനെയൊന്നും സംഭവിച്ച് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാനും പറയുന്നൊരു സാഹചര്യത്തിലേക്ക്, അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകുമോ? ഒപ്പം തന്നെ ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ഇല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഒക്ടോബർ 7 അവരെ സംബന്ധിച്ച് ഇസ്രയേലിൻ്റെ അധിനിവേശം തുടങ്ങിയിട്ട് 1 വർഷമായി. ആ 1 വർഷത്തിൻ്റെ ആ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യാക്രമണവും ഇസ്രയേലിൻ്റെ ഭാഗത്തേക്ക് ഉണ്ടാകാം. ഏതായാലും ഇസ്രയേൽ കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു തങ്ങൾ 7 യുദ്ധമുഖങ്ങളാണ് തുറന്നിരിക്കുന്നത്. അതായത് ഒരേ സമയം 7 യുദ്ധ മുന്നണികൾ തുറന്ന് യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ്. അതായത് ഹൂത്തികളും ഹിസ്ബുള്ളയും ഹമാസും ഇറാനും അടക്കമുള്ളിടത്ത് ആണ് തങ്ങൾ യുദ്ധമുഖത്ത് നിൽക്കുന്നത്. ഒരു ഭാഗത്ത് യമൻ നിൽക്കുന്നു, മറുഭാഗത്ത് സിറിയ, ലബനൻ, ഒപ്പം തന്നെ ഗസയിലെ ഹമാസ്, ഇറാൻ, അങ്ങനെ തുടങ്ങിയ അനവധി രാജ്യങ്ങൾ നിൽക്കുന്നു. ഇറാഖിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണവും ഇസ്രയേലിൻ്റെ ഭാഗത്തുണ്ട്. അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യം, ഈ സമാനമായൊരു സാഹചര്യത്തിലായിരുന്നു 1973 ഒക്ടോബർ 6 മുതലുള്ള 20 ദിവസങ്ങൾ. ആ ദിവസങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനം കൂടി കടന്നു വരുമ്പോൾ വീണ്ടും സമാനമായ ചരിത്രത്തിലേക്ക് നാം നടന്നു കയറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇത് തന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ ഇന്നത്തെ പോയിന്റ്. നന്ദി, നമസ്കാരം.